ഇന്ന് നമ്മൾ അമ്മാളൂനും നാണൂനും ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി അവർ ഐസ്ക്രീം വേണമെന്ന് പറയണു. അപ്പോൾ അവർക്ക് വാനില ഐസ്ക്രീം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാല് 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം. അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് 1 സ്പൂൺ കോൺഫ്ലോർ, കുറച്ച് പാലൊഴിച്ചിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയില്ലാതെ. നന്നായി ഇളക്കിയിട്ട് പാല് തിളയ്ക്കുമ്പോൾ നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറുതായി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ കോൺഫ്ലോർ ഒഴിക്കുമ്പോൾ തന്നെ ഒന്ന് കുറുകുമല്ലോ. അപ്പോൾ അതാ പാല് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കോൺഫ്ലോർ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ തന്നെ അത് ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവത്തിലാവുമ്പോൾ നമുക്കതിന് സ്റ്റവിൽ നിന്ന് മാറ്റി തണുക്കാൻ വെക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് സമയം മുന്നേ തന്നെ ഒരു ബൗളെടുത്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഫ്രീസറിലാണ് വെച്ചിരുന്നത്. അതിന് കുറേ സമയം മുന്നേ തന്നെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കട്ടയാകുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ 1 കപ്പ് എടുത്ത് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കേക്കിൻ്റെ ഒക്കെ അതേ കേക്കിലൊക്കെ ഉപയോഗിക്കണം അത്രയും കട്ടയാവണ്ട വിപ്പ് ചെയ്തെടുക്കണ്ട കേട്ടോ. അതിനേക്കാളും കുറച്ച് കട്ടി കുറവിൽ, എന്നാലും അധികം കട്ടിയാവേം വേണ്ട അങ്ങനത്തെ ഇതിൽ കേട്ടോ. അപ്പോൾ ഇത് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി വിപ്പിങ് ചെയ്യണമെന്നില്ല, നമുക്ക് സ്പൂൺ വെച്ചിട്ടായാലും ഒന്ന് ഇളക്കിയെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിൽ ഐസ്ക്രീമിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കിയുള്ളത് നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒക്കെ പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടത് ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നാളെ നമുക്ക് എടുക്കാം. അപ്പോൾ അവരില്ലാത്തപ്പോഴാണ് ഉണ്ടാക്കണത്. കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ എടുത്ത് കഴിക്കും. അപ്പോൾ നമുക്ക് ഒരു സ്കൂളിൽ പോയ സമയത്താണ് ഉണ്ടാക്കിയത്. അപ്പോൾ നാളെ എടുക്കാം നമുക്ക് കേട്ടോ. ബാക്കിയുള്ളത് ഈ പാത്രത്തിലും കൂടെ ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. ഇതിൽ കുറച്ചുള്ളൂ കേട്ടോ. അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ ഇത് എപ്പോഴും ഐസ്ക്രീം വേണമെന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ട്. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അവരിത് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ട്.